ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പച്ചരി കൊണ്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു, തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അധികം പച്ചരിയിലാട്ടോ, നല്ല പച്ചരിയാണെങ്കിൽ ഞാൻ അധികം അരി വാങ്ങാൻ നിൽക്കാറില്ല, ഇതിലേ സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നല്ല തൈര് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് വണങ്ങി പിന്നെ ഞാൻ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചു. ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇനി തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്ന് തിളക്കുമ്പോഴത്തേന് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പച്ചരിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പച്ചരിയാണ്. അപ്പോൾ കഴുകിയപ്പോൾ നല്ല നീളമുള്ള പച്ചരിയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും ചോറ്. അപ്പോൾ ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കഴുകി ഞാൻ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള തൈര് ചട്നിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ രാവിലത്തെ കുറച്ച് ഇത് ആയതുകൊണ്ട് പണിയൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇതൊക്കെ അരിച്ചതക്കണം, ഉള്ളിയൊക്കെ അരിയണം, അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്. പിന്നെ റിയാസ്ക്ക് രാവിലെ പോയതാട്ടോ, ട്രിപ്പും കൊണ്ട് ചായ കുടി കഴിഞ്ഞിട്ട് പോയതാണ്, വന്നിട്ടില്ല. പിന്നെ റിൻഷി മോൾക്ക് ഇന്ന് ഉച്ചവരെ സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കൂട്ടുകാരിയും ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനും ഇപ്പോൾ ആദ്യം ചോറൊക്കെ റെഡിയായപ്പോൾ വേഗം നമുക്ക് ഫാത്തിമാക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അവൾക്ക് കൊടുത്ത് റെഡിയാക്കി ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ദമ്മെന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോക്കട്ടെ. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂട് കാരണം കേട്ടോ, അധികം ആവി കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് വിളമ്പി നമ്മുടെ ഫാത്തിക്കുട്ടിക്ക് തൈരൊക്കെ കൂട്ടി കൊടുക്കണം. അപ്പോൾ അവൾക്ക് തണുപ്പ് അധികം പറ്റില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ട് ഞാൻ ഇത്തിരി എന്തെങ്കിലും ചൊടിക്കുവാണല്ലോ. പിന്നെ അച്ചാറും ഉണ്ട്. പിന്നെ റിയാസ്ക്ക് വരുമ്പോൾ ഇനി ഇറച്ചി വാങ്ങിയിട്ട് വരുമോയെന്ന് അറിയില്ല കേട്ടോ. വാങ്ങിയിട്ട് വന്നാൽ നമുക്കത് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനും കുറച്ച് ടേസ്റ്റ് നോക്കി, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതും പിന്നെ റിൻഷിമോൾ സ്കൂളിട്ട് വന്നു കേട്ടോ. വരുമ്പോൾ പിന്നെ അവളുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. പിന്നെ അവളും അവളുടെ കൂട്ടുകാരിയൊക്കെ പാടെ ചോറൊക്കെ വെച്ച് പിന്നെ കുറച്ച് നേരം കളിച്ച് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞ ശേഷം വൈകുന്നേരത്ത് പോകാമെന്ന് പറഞ്ഞു അവളെ കൊണ്ട്. അപ്പോൾ അവർ പിന്നെ കുറേ നേരം സൈക്കിളൊക്കെ ഓട്ടി കളിക്കുന്നുണ്ട്. രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ടായിരുന്നു, അവൾ പിന്നെ മലപ്പുറം പോയി. പിന്നെ ഇവളാണ് ഇപ്പോൾ ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ അവർ രണ്ടാളും ആട്ടമൊക്കെ കാട്ടി കളിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ കൊണ്ടാക്കാൻ പോവുക കേട്ടോ. അവൾ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക്, കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ അവൾ സൈക്കിളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. വരുമ്പോൾ അവർ രണ്ടാളും റിയാസ്ഖാൻ്റെ വണ്ടിയിലാണ് വന്നിട്ടാ പകുതി ദൂരത്തുനിന്ന്. പിന്നെ അവളെ കൊണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വാങ്ങി കൊടുക്കുമ്പോഴത്തേനും വേഗം കൊണ്ടാക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോകാമെന്നപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുത്താട്ടോ. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് അല്ലേ, കൈ അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ രാഹുൽ വിജയിച്ചിരിക്കുന്നു. പാലക്കാട് നമ്മുടെ രാഹുലാണ് വിജയിച്ചത്. എന്തായാലും ആരായാലും നല്ലപോലെയൊക്കെ ഭരിക്കട്ടെ അല്ലേ, നമുക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. പിന്നെന്താ, അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടാ അതിൻ്റെ ടാറ്റാ.